ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും പരീക്ഷ ചോദിക്കുന്ന ചില ആക്ടിവിറ്റീസാണ്. നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് ഒരു പോസ്റ്ററാണ്. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം ചോദിക്കുമെന്നല്ല, നമുക്ക് ഏതൊരു പോസ്റ്റർ ചോദിച്ചാലും എങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. നമുക്കിവിടെ മേരെ ഭാരത്വാസി എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്നത് നെഹ്റുജി കാ ജന്മദിൻ ബാൽ ദിവസ് കെ രൂപ में मनाया जाता है. इस अवसर पर अपने स्कूल के कार्यक्रम की सूचना देते हुए एक പോസ്റ്റർ തയ്യാറാക്കി. അപ്പം ഇവിടെ എന്താണ്, നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നെഹ്റുജിയുടെ ജന്മദിനം ബാലദിവസമായിട്ട് ശിശുദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ആയതിലേക്കായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു വിഷയം മാത്രം മാറും, സബ്ജക്റ്റ് മാറാം. അതായത് ഈ ബാലദിവസം എന്നുള്ളത് മാറിയിട്ട് ചിലപ്പോൾ മഹിളാ ദിവസം വരാം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിവസം വരാം, അല്ലെങ്കിൽ ഗണതന്ത്ര ദിവസം വരാം. ഗണതന്ത്ര ദിവസം റിപ്പബ്ലിക് ഡേ വരാം, സ്വാതന്ത്ര്യ ദിവസം സ്വാതന്ത്ര്യദിനം വരാം, മഹിളാ ദിവസ് വരാം, മീൻസ് വുമൻസ് ഡേ വരാം. ഏതൊരു പക്ഷേ ഇവിടെ സബ്ജക്റ്റ് മാത്രം മാറുന്നത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് കാണും. എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ എഴുതാവുന്നതാണ്. ഇവിടെ നൽകി ആദ്യമേ ABC ഹൈസ്കൂൾ കരുനാഗപ്പള്ളി. മനസ്സിലായി? ABC. അപ്പം ആദ്യമേ സ്കൂളിൻ്റെ പേര്. അപ്പോൾ സ്കൂളിൻ്റെ പേര് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ABC എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇംഗ്ലീഷിൽ എഴുതരുത്, ഹിന്ദിയിൽ എഴുതുക. ABC ഹൈസ്കൂൾ കരുനാഗപ്പള്ളി. ബാലദിവസ് സമാരോഹം. രണ്ടാമതായിട്ട് എന്താണ് വിഷയം? വിഷയം എവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിരിക്കും. അപ്പോൾ ബാലദിവസ് സമാരോഹത്തോട് നൽകിയിരിക്കുന്നു. പിന്നീട് താരീഖ്. ഒന്നുകിൽ നമുക്ക് താരീഖ് എന്ന് എഴുതിയിട്ട് ഡേറ്റ് എന്ന് എഴുതിയിട്ട് നമുക്ക് ഡേറ്റ് എഴുതാം. അതിനുശേഷം സമയം, സ്ഥാൻ, ഉദ്ഘാടക്, കൃതജ്ഞത, മുഖ്യഭാഷൺ. ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഒരു പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യമേ സ്കൂളിൻ്റെ പേര് നൽകണം. രണ്ടാമതായിട്ട് വിഷയം എന്താണോ സബ്ജക്റ്റ്, വിഷയം എന്ന് എഴുതിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ വിഷയം എന്താണെന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ വലുതാക്കി നമ്മൾ നൽകണം വിഷയം. പിന്നെ മൂന്നാമതായിട്ട് ഒന്നുകിൽ താരീഖ് എന്ന് എഴുതിയിട്ട്, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, ഡേറ്റ് എന്ന് എഴുതിയിട്ട് നമുക്ക് ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം സമയം എന്ന് എഴുതിയതിന് ശേഷം ആ സമയം കൊടുക്കാം. പിന്നീട് സ്ഥാനാണ്. സ്ഥാനം എന്ന് വെച്ചാൽ സ്ഥലം സഭാഭവൻ. സഭാഭവൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം, അല്ലെങ്കിൽ സഭാഭവനെന്നോ അല്ലെങ്കിൽ സഭാഗൃഹമെന്നോ നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്നുവെച്ചാൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത്. പിന്നീട് ഉദ്ഘാടകമാണ്. ഉദ്ഘാടകം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടകൻ. ഇവിടെ ശിക്ഷാമന്ത്രി എന്ന് നൽകിയിരിക്കുന്നു. ശിക്ഷാമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് അർത്ഥം. പിന്നീട് വേണമെങ്കിൽ അധ്യക്ഷ കൊടുക്കാം. ഉദ്ഘാടകം കഴിഞ്ഞ് അധ്യക്ഷ കൊടുക്കാം. ഇവിടെ നൽകിയിരിക്കുന്നത് കൃതജ്ഞതയാണ്. കൃതജ്ഞത നൽകിയിരിക്കുന്നത് സ്കൂൾ ലീഡറാണ്. ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മുഖ്യഭാഷൺ എന്ന് വെച്ചാൽ മുഖ്യഭാഷൺ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ഏറ്റവും അവസാനമായിട്ട് സബ്കാ സ്വാഗത് ഓർ സബ്കാ ഹാർദിക് സ്വാഗത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പോസ്റ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാകുന്നത് വിഷയം മാത്രം മാറും. ബാലദിവസ് സമാരോഹം എന്ന് പകരം ചിലപ്പോൾ മഹിളാ ദിവസം വരാം, അല്ലെങ്കിൽ ഹിന്ദി ദിവസ് സമാരോഹം വരാം, അതുമല്ല എങ്കിൽ ഗണതന്ത്ര ദിവസം റിപ്പബ്ലിക് ഡേ ആഘോഷം വരാം. ആ വിഷയം എന്താണോ, വിഷയം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. ഒപ്പം നമുക്ക് ഇവിടെ ഒരു സ്പേസ് കാണാം, അവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം അധിക ജാൻകാരി സ്കൂൾ കി ദഫ്തർ സെ മിലേ. കൂടുതൽ വിവരങ്ങൾ എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താണ് എഴുതി ചേർക്കാവുന്നതാണ്. അധിക ജാൻകാരി എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അധിക ജാൻകാരി എന്ന് പറഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ സ്കൂൾ കി ദഫ്തർ സെ മിലേഗി. സ്കൂൾ കി ദഫ്തർ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ഓഫീസിൽ നിന്ന് ലഭിക്കും. ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസർ എന്നാണ്. ദഫ്തർ സെ മിലേഗി. എന്നിട്ട് നമുക്ക് ചുമ്മാ നമ്പർ എഴുതിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നമ്പർ 002221 എന്നെല്ലാം കൊടുക്കാം. ഇത് നമുക്ക് എന്താണ്, ഏത് പോസ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഉൾക്കൊള്ളിക്കാവുന്ന അധിക ജാൻകാരി സ്കൂൾ കി ദഫ്തർ സെ മിലേ. കൂടുതൽ വിവരങ്ങൾ സ്കൂളിലെ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഇതാണ് പോസ്റ്റിന്റെ ഫോർമാറ്റ്. ആദ്യമേ സ്കൂളിന്റെ പേര് വലുതാക്കി എഴുതുക. സ്കൂളിന്റെ പേരും വിഷയവും വലുതാക്കി എഴുതണം. പിന്നീട് ഡേറ്റ് ആണ്. ഡേറ്റ് എന്ന് പറയുന്നത് താരീഖ്. ഡേറ്റ് എഴുതുന്നതിന് പകരം താരീഖ് എന്ന് എഴുതിയിട്ട് വേണേൽ ഡേറ്റ് എഴുതാം. ഇവിടെ ശിശുദിനമായതുകൊണ്ട് 14 നവംബർ 14 2021. സ്ഥാൻ എന്ന് പറഞ്ഞാൽ സഭാഭവൻ എന്നോ സഭാഗൃഹം എന്നോ കൊടുക്കാം. ഓഡിറ്റോറിയം എന്നതിന്റെ ഹിന്ദിയാണ് സഭാഭവൻ അല്ലെങ്കിൽ സഭാഗൃഹം. പിന്നെ സമയം സുബഹ് 10 ബജെ. 10 ബജെ എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി. 10 ബജെ സെ എന്ന് എഴുതാം. 10 ബജെ മീൻസ് 10 മണി മുതൽ എന്ന് വേണമെങ്കിൽ എഴുതാം. ഉദ്ഘാടകർ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടക ശിക്ഷാമന്ത്രിയാണ്. അതിനുശേഷം കൃതജ്ഞത സ്കൂൾ ലീഡർ, मुख्य भाषण स्कूल हेडमास्टर, सबका स्वागत और सबका हार्दिक स्वागत।
ഓക്കെ, ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ്. അവസാനമായിട്ട് അധിക ജാൻകാരി, സ്കൂൾ കി, ദഫ്സർ സെ മിലേഗി, എന്നിട്ട് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൂര്യനാമേം പഹലാദിൻ, ഹിമാംശു ജോഷി എഴുതിയ ഒരു ഹിമാംശു ജോഷിയുടെ സൂര്യനാമേം പഹലാദിൻ ഒരു യാത്രാ വിവരണമാണ്. അപ്പോൾ അവിടെ ആ പാഠഭാഗത്ത് ബേസ് ചെയ്തുകൊണ്ട് ഹിമാംശു ജോഷിയുടെ കുറിച്ചുള്ള ജീവൻ വൃത്ത് के आधार पर हिमांशु जोशी के बारे में एक अनुच्छेद तैयार करें. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ച്, ഒരു എഴുത്തുകാരനെക്കുറിച്ച് നൽകിയതിന് ശേഷം ആ ബയോഡേറ്റ തന്നിട്ട് അത് ബേസ് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ വൃത്ത്, ജീവചരിത്രം അത് തയ്യാറാക്കാൻ എക്സാമിന് ചോദിക്കും. ഇവിടെ ജീവൻ വൃത്തിക്ക് ആധാർ പർ, ഇവിടെ നൽകിയിരിക്കുന്ന ബയോഡേറ്റയെ ആധാരമാക്കിക്കൊണ്ട് ഹിമാംശു ജോഷിക്ക് ബാരേമേക്ക് അനുച്ഛേദ്, ഹിമാംശു ജോഷിയെക്കുറിച്ച് ഒരു അനുച്ഛേദം തയ്യാറാക്കാനാണ്. ഇവിടെ ജീവൻ വൃത്ത് നൽകിയിരിക്കുന്നു. നാം ഹിമാംശു ജോഷി, ജന്മസ്ഥാൻ, കർമ്മക്ഷേത്ര ഓർ പ്രമുഖ രചനായ, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇന്ന ആളുടെ ചോദിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന, നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ച് ഉള്ള ഒരു ജീവചരിത്രം തയ്യാറാക്കാൻ എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നാം നൽകി ഹിമാംശു ജോഷി, 1935 ജനനം, ജന്മസ്ഥാൻ ഉത്തരാഖണ്ഡ്, കർമ്മക്ഷേത്ര അതിൻ്റെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ്? പത്രകാരിത മീൻസ് പത്രപ്രവർത്തനം, ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രമുഖ രചനായേം, പ്രമുഖ രചനകൾ ഏതൊക്കെയാണ്? യാത്രായേം, നോർവേ, സൂരജ് ചമക്കെ, ആധി രാത്, ഇത്രയും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകളാണ്. അപ്പോൾ ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച്, ഹിമാംശു ജോഷിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഹിമാംശു ജോഷി എന്ന്, അപ്പോൾ ഏതാണോ, ആരെക്കുറിച്ചാണോ നമ്മൾ തയ്യാറാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് വലുതായിട്ട് എഴുതുക. ഇവിടെ ഹിമാംശു ജോഷി എന്ന് പേര് നൽകിയിരിക്കുന്നു. ഹിമാംശു ജോഷി കാ ജന്മ सन 1935 को ഉത്തരാഖണ്ഡ് में हुआ. 1935 ഉത്തരാഖണ്ഡിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിമാംശു ജോഷിയുടെ ജനനം സൺ, നമ്മൾ ആടിയത് ഇത്രയേ ഉള്ളൂ. ഹിമാംശു ജോഷി കാ ജന്മ സൺ എന്നാടിയത്. സൺ 1935 എവിടെ? ഉത്തരാഖണ്ഡ് മേ. ഇപ്പോൾ നൽകിയിട്ടുണ്ട് ജന്മസ്ഥാൻ ഉത്തരാഖണ്ഡ് നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് മേ ഹുവ, നമ്മൾ ഹുവ എന്ന് ആഡ് ചെയ്തു. ഉन्होंने कई സാഹിത്യക രചനായും കീഹേ, അദ്ദേഹം അനേകം സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മനസ്സിലാക്കുക. പത്രകാരിത മേം ഭി ആപ്കാ യോഗദാൻ മഹത്വപൂർണ്ണ ഹേ, എന്നുവെച്ചാൽ പത്രപ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള സംഭാവനകൾ മഹത്വപൂർണ്ണ, വെച്ചാൽ പത്രപ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മഹത്വപൂർണമായ പങ്ക് ഉണ്ട്. ആ ആകാശവാണി സേ ഭി സംബന്ധ രേഹയും, അദ്ദേഹത്തിന് ആകാശവാണിയുമായിട്ട് എന്ന് വെച്ചാൽ ആകാശവാണിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഉൻകെ പ്രസിദ്ധ യാത്രാവൺ ഹൈ, ഇനിയിപ്പം രചനകളാണെങ്കിൽ നമ്മൾ എഴുതണം ഒരു കവിയുടെ. ഇപ്പം ഉൻകെ പ്രസിദ്ധ രചനായ ഹൈ, ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നു ഉൻകെ പ്രസിദ്ധ യാത്രാവൺ ഹൈ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള യാത്രാവിവരണങ്ങളാണ്. യാത്രായേം, നോർവേ, സൂരജ് ചമക്കെ, ആധി രാത് ആദി മുതലായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രമുഖങ്ങളായിട്ടുള്ള രചനകളാണ്. യാത്രായേം, നോർവേ, സൂരജ് ചമക്കെ, ആധി രാത് ആദി ഉൻകി പ്രമുഖ രചനായ ഹേ, ഇവ അദ്ദേഹത്തിന്റെ പ്രമുഖങ്ങളായിട്ടുള്ള രചനകളാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഖകനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ജീവചരിത്രം തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ സൂര്യനാമേം പഹലാദിൻ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കത്ത് പരിചയപ്പെടാം. എങ്ങനെ നമുക്കൊരു കത്ത് എഴുതാം? ഒരു കത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം? ഒരു കത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതുന്നത്? അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ലേഖകർ വിശ്വ ഹിന്ദി സമ്മേളനമേം ഭാഗ് ലേനെ കെ ലിയെ, ലോക ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാരാമാരിബോയിൽ പഹുഞ്ചെ എത്തിച്ചേർന്നു. വഹാം കി ഹിന്ദി ഭാഷ കെ പ്രചാർ കെ ബാരേമേം, അവിടുത്തെ ഹിന്ദി ഭാഷയുടെ
പ്രചാരത്തെ സംബന്ധിച്ചാൽ പാരാമാരിബോയിലെ ആ സ്ഥലത്തുള്ള ഹിന്ദി ഭാഷയുടെ പ്രചാരത്തെക്കുറിച്ച് എന്താണ് അപ്പനെ മിത്രക്കൻ ആ പത്ത് ലിഖ്തഹേം തൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് തയ്യാറാക്കുക, ആ പത്ത് തയ്യാർ കരയും. ഒരു കത്ത് എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡ് വലത് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരീഖ് നൽകണം, സ്ഥലവും തീയതിയും നൽകണം. എന്നിട്ട് പ്രിയമിത്ര എന്ന് സംബോധന ചെയ്യണം. പ്രിയമിത്ര, പ്രിയ സുഹൃത്ത്, അതായത് സുഹൃത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ആളുടെ പേര് നമുക്ക് കൊടുക്കാം. എന്നിട്ട് കോമ എടുക്കുക, എന്നിട്ട് നേരെ എഴുതരുത്. അതിന് താഴെയായിട്ട് തും കൈസേ ഹോ, നിനക്ക് എങ്ങനെ, സകുശൽ ഹേന, നിനക്ക് സുഖം തന്നെയല്ലേ. തുമാര പത്ര മിൽത്താ ഹി നഹീം ക്യാ ഹുവാ തുച്ചേ, നിന്റെ കത്തൊന്നും കിട്ടുന്നില്ലല്ലോ, നിനക്ക് എന്തു പറ്റി. കഭി കഭി ലിഖ്തേ രഹന ഭൂൽന മത്, വല്ലപ്പോഴും ഒരു കത്ത് എഴുതാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏതൊരു കത്തിൻ്റെയും ഫസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ വലതുവശത്ത് മുകളിലായ സ്ഥാൻ, സ്ഥലം, താരീഖ്, തീയതി. പ്രിയ മിത്ര, പ്രിയ സുഹൃത്തേ, തും കൈസേ ഹോ, സകുശൽ ഹേ, നിനക്ക് എങ്ങനെ, സുഖം തന്നെയല്ലേ. തുമാര പത്രം മിൽത്താ ഹി നഹി ക്യാ ഹുവാ തുച്ചേ, നിന്റെ കത്തൊന്നും കിട്ടുന്നില്ലല്ലോ, നിനക്ക് എന്തു പറ്റി. കബി കബി ലിഖ്തേ രഹന, വല്ലപ്പോഴും ഒക്കെ ഒരു കത്ത് എഴുതാൻ ഭൂൽന മത്, മറക്കരുത്. ഇനി നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ കത്ത് എഴുതുന്നത്, നമ്മുടെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരിക്കും. ഏത് കാര്യത്തെക്കുറിച്ചാണ് വിവരിച്ചുകൊണ്ടാണ് കത്ത് എഴുതുന്നത്, എന്ത് പറഞ്ഞുകൊണ്ടാണ് കത്ത് എഴുതുന്നത്, എന്താണ് ആ കത്തിലൂടെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പങ്കുവയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിനകത്തുണ്ടായിരിക്കും. ഇവിടെ एक विशेष बात बताने के लिए, ഒരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വിശേഷം എന്നുള്ള വേണ്ട, एक बात बताने के लिए നമുക്ക് അടുത്ത പാരഗ്രാഫായിട്ട് തുടങ്ങാം. एक बात बताने के लिए, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്, ഒരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് मैं पत्र लिख रहा हूं, ഞാൻ ഈ കത്ത് എഴുതുന്നത്. ആ സംഭവം എന്താണ്. कुछ दिन पहले, ഇവിടുത്തെ നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് कुछ दिन पहले, കുറച്ച് ദിവസം മുമ്പ് मैं विश्व हिंदी सम्मेलन में भाग लेने के लिए सूरीनाम में पहुंचा था, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ലോക ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂരിനാമേ പൗഞ്ചാത്ത, ഞാൻ എവിടെ എത്തിയിരുന്നു, സൂരിനാമിൽ എത്തിച്ചേർന്നിരുന്നു. സൂരിനാമേ ആയോജിത്, സൂരിനാമിൽ സംഘടിപ്പിച്ച 7वें हिंदी सम्मेलन का, 7ാമത്തെ ഹിന്ദി സമ്മേളൻ കാ ഉദ്ഘാടൻ, എന്നുവെച്ചാൽ 7ാമത് സംഘടിപ്പിച്ച, സൂരിനാമിൽ സംഘടിപ്പിച്ച 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനമായിരുന്നു കേട്ടോ. 7ാമത്തെ ഹിന്ദി സമ്മേളൻ കാ ഉദ്ഘാടനം സൂരിനാം കാ രാഷ്ട്രപതിനൊക്കെ, സൂരിനാമിലെ രാഷ്ട്രപതിയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉൻകെ ഭാഷണെ മുझ് पर गहरा प्रभाव डाला, അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചു, എന്നെ ആഴത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം സ്വാധീനിക്കുകയുണ്ടായി. അനേക ദേശോങ്കെ ഹിന്ദി ഒപ്പം അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദി ലേഖകന്മാരും ഹിന്ദി അധ്യാപകരും ഹിന്ദി പ്രചാരത്തിന് വേണ്ടി നടക്കുന്ന ഹിന്ദി പ്രചാരകരും ഓർ ഹിന്ദി സേവനം ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ, ഹിന്ദി സേവകരും ഈ സമ്മേളനമേ ഭാഗലേനെ ആയത്തെ, ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. लेकिन हिंदी के माध्यम से ही सूरीनाम और भारत के बीच गहरा संबंध स्थापित हुआ है. നമ്മൾ മനസ്സിലാക്കണം, ഹിന്ദി എന്ന ഭാഷ മാധ്യമമാക്കിക്കൊണ്ടാണ് സൂരിനാം എന്ന രാജ്യവും ഭാരതത്തിനും ഇടയിൽ, സൂരിനാം ഓർ ഭാരത് കെ ബീച്ച്, ഭാരതത്തിനും സൂരിനാമിനും ഇടയിൽ ഗഹരാ സംബന്ധ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടത് ഹിന്ദി മാധ്യമമായിക്കൊണ്ടാണ്, ഹിന്ദി ഭാഷ എന്ന മാധ്യമം മുഖേനയാണ്. सूरीनाम के लोगों में हिंदी को लोकप्रिय बना, ഒപ്പം മനസ്സിലാക്കണം, सूरीनाम के लोगों में, സൂരിനാമിലെ ആളുകൾക്കിടയിൽ ഹിന്ദി കോ ലോകപ്രിയ ബനാനമേ, ഹിന്ദി ഭാഷ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അല്ലെ ലോകപ്രശസ്തമായ രീതിയിൽ അവർക്കിടയിലേക്ക് പ്രചാരത്തിലെത്താൻ കാരണം ഹിന്ദി ഫിലിമി ഗീതോം കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹേ, എന്നുവെച്ചാൽ ഹിന്ദി ഫിലിമി സോങ് വളരെ വലിയ ഒരു മഹത്വപൂർണ്ണമായ സ്ഥാനം വഹിക്കുന്നുണ്ട്. അപ്പം സൂരിനാമിലെ ആളുകൾക്കിടയിൽ ഇത്ര വലിയ രീതിയിൽ ഹിന്ദി ഭാഷ പ്രചാരത്തിൽ എത്തിച്ചേരാൻ ഹിന്ദി ഫിൽമി ഗീതോം കാ സ്ഥാൻ ഹിന്ദി സിനിമാ പാട്ടുകളുടെ സ്ഥാനം महत्वपूर्णമാണ്. हिंदी भाषा बोलने वालों और समझने वालों की संख्या जानकर मैं बहुत खुश हूँ. അവിടെയുള്ള ആളുകളുടെ അല്ലെ ഹിന്ദി ഭാഷ ബോൾനെ വാലോ, ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരെ കുറിച്ചും ഓർ സമജ്നെ വാലോങ്കി,
അത് മനസ്സിലാക്കാൻ കഴിയുന്നവരുടെ സംഖ്യ അറിഞ്ഞപ്പോൾ, ആ സംഖ്യ അറിഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ബഹുത് ഖുഷും, അത്രത്തോളം അധികം ആൾക്കാർക്ക് ഹിന്ദി ഭാഷ സംസാരിക്കുവാനും അതെന്താണ് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അഗർ തും ഭി സമ്മേളൻ മേ ഭാഗ് ലേത്തെ തോ, നീ കൂടി ഈ സമ്മേളനത്തിൽ ഭാഗ് ലേത്തെ തോ പങ്കെടുത്തിരുന്നുവെങ്കിൽ ബഹുത് അച്ഛാ ഹോത്ത, വളരെ നന്നായേനെ. ഇത്തന ലിഖ് കർ മേ അപ്പന പത്ര സമാപ്ത് കർത്താവും, ഇത്രയും എഴുതിക്കൊണ്ട് ഞാൻ എൻ്റെ കത്ത് നിർത്തുന്നു. വേണം നമുക്ക് എഴുതാൻ ജവാബ് ജരൂർ ലിഖ്ന, തീർച്ചയായും നീ കത്തിന് മറുപടി എഴുതണം. പിന്നെ നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത്, ആരുടെ പേരിലാണോ നാം കത്ത് എഴുതുന്നത്, ആ എഴുതുന്ന ആളുടെ മാതാപിതാക്കൾക്ക് നാം പ്രണാമം അറിയിക്കണം. അതാണ് മാം ബാപ്കോ മേരാ പ്രണാം, മാതാപിതാക്കൾക്ക് എൻ്റെ പ്രണാമം അറിയിക്കുക. ചോട്ടി ബഹൻകോ പ്യാർ, ഒപ്പം കുഞ്ഞനുജത്തിക്ക് എൻ്റെ സ്നേഹാന്വേഷണം. ഓക്കെ, ചോട്ടി ബഹൻകോ മേരാ പ്യാർ. ഒപ്പം നമ്മൾ എഴുതി നിർത്തുന്നത്, ഒരു കത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ അത് ഇവിടെ മായ്ച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഒരു കത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ, അപ്പം എഴുതി ഇത്തന ലിഖ് മേ അപ്നാ പത്ര സമാപ്ത് കർത്താഹും, മാം ബാപ് കോ മേരാ പ്രണാം, മാതാപിതാക്കൾക്ക് എൻ്റെ പ്രണാമം അറിയിക്കുക. ദെൻ സസ്നേഹ്, സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവം. സസ്നേഹ് തുമാരാ മിത്ര, തുമാരാ മിത്ര നിന്റെ സുഹൃത്ത്. ഹസ്താക്ഷർ, ഹസ്താക്ഷർ എന്നുള്ള ബ്രാക്കറ്റ് ഇടാട്ടോ, ഹസ്താക്ഷർ. ലാസ്റ്റ് പേര്. ഓക്കെ, ഇടതുവശത്ത് താഴെയായിട്ട്, ഒപ്പം ഇടതുവശത്ത് താഴെയായിട്ട് സേവാമേം എന്ന് കൊടുക്കണം. സേവാമേം എന്ന് പറഞ്ഞാൽ ടു അഡ്രസ് ആണ് കേട്ടോ. നമ്മൾ ആരുടെ പേരിലാണോ കത്ത് എഴുതുന്നത്, സേവാമേം എന്നൊരു പേര് എഴുതണ്ട. നാം, പദ, പദ എന്ന് പറഞ്ഞാൽ പേര്, അഡ്രസ്സ്, നെയിമും അഡ്രസ്സും കേട്ടോ. എന്നാൽ ഇതൊരു ബോക്സിനകത്താക്കണം. കാരണം ഇത് എന്തുകൊണ്ട് ബോക്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കത്ത് എഴുതിയിട്ട് കത്ത് എഴുതിയതിനു ശേഷം എന്താണ്, കത്തിന് പുറത്തായിട്ടാണ് നമ്മൾ ടു അഡ്രസ്സ് എഴുതുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ബോക്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ബോക്സ് ഇവിടെ വരയ്ക്കാം. ഇത് സ്റ്റാമ്പിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് സസ്നേഹ് തുമാരാ മിത്ര, സ്നേഹപൂർവ്വം നിന്റെ സുഹൃത്ത്. ഹസ്താക്ഷർ സിഗ്നേച്ചർ, നെയിം. സേവാമേൻ ടു, നെയിം അഡ്രസ്സ്, നാം പേര്, പദ അഡ്രസ്സ്. ഇത് സ്റ്റാമ്പിനെ സൂചിപ്പിക്കുന്നു. ഇതാണ് ഒരു കത്ത്. അപ്പം നമ്മളൊരു കത്ത് എഴുതുകയാണെങ്കിലും ഡയറി എഴുതുകയാണെങ്കിലും റപ്പട്ട് തയ്യാറാക്കുകയാണെങ്കിലും ഇനി വിജ്ഞാപനം ആയിക്കോട്ടെ, പരസ്യമായാലും എന്തു തന്നെ ആയാലും നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതുന്ന മുന്നോടിയായിട്ട് മുകളിലായിട്ട് ഞാൻ എഴുതുന്ന പത്രമാണെങ്കിൽ പത്ര എന്ന് എഴുതിയതിനു ശേഷമാണ് നമ്മൾ പത്രം എഴുതേണ്ടത്. ഡയറി ആണെങ്കിൽ നമ്മൾ ഡയറി എന്ന് എഴുതിയിട്ട് ഡയറി എഴുതുന്നത് കൂടുതൽ നന്നായിരിക്കും. അത് നോക്കുന്ന അധ്യാപകന് കൂടുതൽ നിങ്ങളുടെ പേപ്പർ നോക്കാൻ കൂടുതൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിനോട് കൂടുതൽ മതിപ്പുണ്ടാകാനൊക്കെ അത് സഹായകമാകും. പത്രമാണെങ്കിൽ പത്ര, ഡയറി ആണെങ്കിൽ ഡയറി. ഇനി റപ്പട്ട്, പത്രവാർത്തയാണെങ്കിൽ അത് റപ്പട്ട് എന്ന് കൊടുത്തിട്ട് എഴുതുന്ന നല്ലതായിരിക്കും. ഓരോന്നും ഹെഡ്ലൈൻ നൽകിയതിന് ശേഷം അതിന് ആൻസർ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. ഓക്കെ, നമുക്കിനി ഈ പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട്, അത് എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ നൽകിയിരിക്കുന്നത്. വിശ്വ ഭാഷാ കെ രൂപം, ലോക ഭാഷ എന്ന രൂപത്തിൽ ഹിന്ദി കാ പ്രചാർ പ്രസാർ വിഷയ പർ ഭാഷൺ, ഒരു പ്രസംഗമായിട്ട് ഇവിടെ പറയുന്നത് മാത്രം കേട്ടോ. അപ്പൊ ലോക ഭാഷ എന്ന രൂപത്തിൽ വിശ്വ ഭാഷാ കെ രൂപമേ ഹിന്ദി കാ പ്രചാർ പ്രസാർ, ഹിന്ദിയുടെ പ്രചാരം എന്ന വിഷയത്തിന്മേൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക, ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ ഈ പറയുന്ന പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഉറപ്പായിട്ട് ഈ പോയിന്റുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അല്ലെ ഹിന്ദി ഭാഷയുടെ പ്രചാരം എത്രത്തോളം വ്യാപകമായ പ്രചാരമാണ് ഹിന്ദി ഭാഷ ഇന്ന് കൈവരിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം ഇവിടെ ഒരു പ്രസംഗമായിട്ട് പറയാണ്, മാനീയ പ്രിൻസിപ്പൽ ആദരണീയ ഗുരുജനവും ഓർ മേരെ പ്രിയ സാഥിയവും, ആദരണീയനായ പ്രിൻസിപ്പൽ, ആദരണീയ ഗുരുജനവും, ആദരണീയരായ ഗുരുജനങ്ങളെ, ഓർ മേരെ പ്രിയ സാഥിയവും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആജ് മേരാ കർത്തവ്യ വിശ്വഭാഷാക്കെ രൂപയും, ഇന്ന് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് വിശ്വഭാഷ, ലോകഭാഷ എന്ന രൂപത്തിൽ ഹിന്ദി കാ പ്രചാർ പ്രസാർ വിഷയമേ, ഹിന്ദിയുടെ പ്രചാരം എന്ന വിഷയത്തിന്മേൽ ആപ്സെ കുച്ച് ബതാനെ കാ ഹെ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ജസ്റ്റ് നോട്ട് ചെയ്തതങ്ങ് ബൈഹാർട്ട് ചെയ്യുക, കാണാതെ പഠിക്കുക കേട്ടോ. हम सब जानते हैं कि हिंदी हमारी राजभाषा है, നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ है, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്ന് നാം ഏവർക്കും അറിയാം. ഭാരത് में अंग्रेजों का खूब प्रयोग हो रहा है,
भारत में अंग्रेजों का खूब प्रयोग है मीൻസ് ഇംഗ്ലീഷ് വല്ല രീതിയിൽ ഭാരതത്തിൽ ഇന്ത്യയിൽ പ്രയോഗത്തിലുണ്ട് ലേക്കിൻ ഭാരത് की लगभग 80 करोड़ लोगों की എന്നാൽ ഭാരതത്തിലെ ഏകദേശം 80 करोड़ लोगों की 80 करोड़ എന്ന് പറഞ്ഞാൽ 80 കോടിയോളം ആളുകളുടെ बोलचाल की भाष എന്നാൽ സംസാര ഭാഷ ഹിന്ദിയാണ് ആജ് എന്ന് മാത്രമല്ല ആജ് ദുനിയ കെ കോനെ കോനേമേ ഭാരതി ഹേ നമുക്കറിയാം ദുനിയ കെ കോനെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ലോകത്തിന്റെ മുക്കിലും മൂലയിലും ആണ് കോനെ എന്ന് പറഞ്ഞാൽ മുക്കിലും മൂലയും എന്നർത്ഥം എല്ലാ മേഖലയിലും ഭാരതീയരുണ്ട് സാത്ത് ഹി ഭാരത് की मुख्य भाषा അതോടൊപ്പം തന്നെ ഭാരത് की मुख्य ഭാഷ ഭാരതത്തിന്റെ പ്രധാന ഭാഷയായിട്ടുള്ള ഹിന്ദി का प्रचार भी दुनिया में ഹിന്ദിയുടെ പ്രചാരവും ദുനിയാമേ ലോകത്ത് വ്യാപകമാണ് അപ്പം ലോകത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്കറിയാം ഇന്ന് ഹിന്ദി ഭാഷ പ്രചാരത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാരതീയരുണ്ടെന്നറിയാം ഇന്ത്യക്കാരുണ്ടെന്നറിയാം അതോടൊപ്പം തന്നെ भारत की मुख्य भाषा ഇന്ത്യയിലെ പ്രധാന ഭാഷയായിട്ടുള്ള ഹിന്ദി का प्रचार भी दुनिया में ഹിന്ദി ഭാഷയുടെ പ്രചാരവും ലോകത്ത് വ്യാപകമായിട്ടുണ്ട് बहुत खुशी की बात है कि വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇതാണ് आज हिंदी विश्व के 40 से अधिक देशों में पढ़ाई जाती है മനസ്സിലായോ അതായത് വളരെ बहुत खुशी की बात है വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആജ് ഹിന്ദി വിശ്വ കെ 40 से अधिक लोगों में ലോകത്തെ 40-ലധികം രാജ്യങ്ങളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ദുനിയാമേ അനേക വിശ്വവിദ്യാലയമേം ലോകത്ത് അനേകം വിശ്വവിദ്യാലയങ്ങളിൽ ഹിന്ദി കാ അധ്യാപൻ ഹോത്തി ഹിന്ദി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അമേരിക്ക में भी ഹിന്ദി അധ്യയൻ കെ കൈ കേന്ദ്ര ആജ് ഖുലേ ഹേ അമേരിക്കയിൽ പോലും ഇന്ന് ഹിന്ദിയുടെ അനേകം ഹിന്ദി പഠനത്തിന് വേണ്ടി അനേകം സെന്ററുകൾ അനേകം കേന്ദ്രങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഭാരതീയ സംസ്കൃതി കാ പ്രതീക ഭാഷാ കാ പ്രചാർ ആജ് ജ്യാദാ അധിക് ഹേ ഇന്ന് വളരെ വലിയ രീതിയിൽ അതായത് ഭാരതീയ സംസ്കൃതി കാ പ്രതീകമായിട്ടുള്ള ഭാരതീയ സംസ്കൃതി കാ പ്രതീക് ഭാഷാ കാ പ്രചാർ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായ ഈ ഭാഷ ഭാഷ കാ പ്രചാർ ഈ ഭാഷയുടെ പ്രചാരം ആജ് ജ്യാദാ അധിക് ഹേ എന്ന് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു हम सब ഭാരതീയോं के लिए നാം ഭാരതീയർക്ക് എല്ലാവർക്കും ഗൗരവ് की बात വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഇത് ഹിന്ദി ഭാഷ के छात्र होना हमारे लिए गर्व की बात है ഹിന്ദി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കുക എന്നുള്ളത് हमारे लिए सब गर्व की बात നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ധന്യവാദ് അപ്പോൾ ഇവിടെ ഈ പ്രസംഗമായിട്ട് ഇവിടെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഹിന്ദി ഭാഷ ലോകവ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിരിക്കണം അത് എഴുതി പ്രതിഫലിപ്പിക്കാൻ നമുക്ക് ആ വാക്കുകൾ നമുക്ക് കിട്ടിയിരിക്കണം ഓക്കെ ആ രീതിയിൽ വേണം നമ്മൾ ഈ പ്രസംഗത്തിലെ ഈ വാക്കുകളെ നിങ്ങൾ മനസ്സിലാക്കാൻ ഓക്കെ